السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله محمدا عبده ورسوله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. صدق الله العلي العظيم. ഉസ്താദുമാരെ, ബഹുമാനമുള്ള ഹാജിമാരെ, ഹാജിമ്മമാരെ, തുടക്കം കണ്ടിട്ട് വേളമൊന്നും വിചാരിക്കണ്ട. അങ്ങനെ തോന്നുന്ന തുടക്കമാണ്. അൽഹംദുലില്ലാഹ്, ഇത് നമ്മളെ ഹാജിമാര് പരസ്പരം ഒന്ന് ഒരുമിച്ചിരുന്ന് ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ പലപ്പോഴും കഴിയാറില്ല. യാത്രയിലാണ് 2 ബസ്സിലായിരിക്കും. ഒഹൂർത്താൻ 2000 മുറിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒഹൂർത്താൻ അങ്ങനെയൊക്കെ അപ്പുറത്തോട് കയറി ഒപ്പിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഉസ്താദോ ഹബീബ് ഉസ്താദും മറ്റ് സഹയാത്രികളും വ്യാപാരം എല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു നല്ല അതയുള്ള ഒരു സംഘമാണ്. പരസ്പരം ഒന്ന് സ്നേഹം പങ്കിടാൻ. അൽഹംദുലില്ലാഹ്, നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഈ സമയം വരെ അള്ളാഹു കൃപയിൽ വളരെയധികം സന്തോഷവും റാഹത്തുമാണ്. അതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടും നന്ദി കാണിക്കണം. മല്ലം യഷ്കുരിന്നാസലം യഷ്കുരില്ലാഹ. ജനങ്ങളോട് നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചവനാവില്ല. നല്ല യാത്രാനുഭവങ്ങളാണ് നമ്മുടെ ഈ യാത്രയിൽ ഉള്ളത്. അൽഹംദുലില്ലാഹ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് നോക്കി നോങ്കറപ്പിച്ച് അല്ലെ കയർത്ത് പരുഷമായ ഭാഷയിൽ ആരെങ്കിലും ഒരാൾ പരസ്പരം സംസാരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേസമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും തന്നേക്കാൾ മറ്റുള്ളവർക്ക് കിട്ടണം എന്ന ചിന്തയുമൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഹാജിമാരോട്, പ്രത്യേകിച്ച് ഹാജിമ്മമാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് തനി നന്മയല്ല. ഇത് ഖൈറും ശർറും ഉണ്ടാവും. വെറും നന്മ മാത്രമുള്ള ലോകം അത് പരലോകം. ഒരു ടെൻഷനുമില്ല, സന്തോഷം മാത്രം ദുഃഖമില്ല, ആരോഗ്യം മാത്രം അനാരോഗ്യമില്ല, വഴക്കും വക്കാണുമില്ല, സ്ഫോടനങ്ങളില്ല, യുദ്ധഭീതിയില്ല. അങ്ങനെയുള്ള ലോകം അത് സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും സന്തോഷത്തോടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു. വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ. സ്വർഗത്തിൽ കയറിയ, സ്വർഗത്തിൽ പ്രവേശിച്ച സ്വർഗവാസികൾ പറയുന്നത്, സൂറത്തു ഫാത്തിറിൽ എന്ന് പറയുന്നത്, എല്ലാ ടെൻഷനും നമ്മളെ തൊട്ട് നീക്കിയ അള്ളാഹുവിന് സർവസ്തുതിയും അവൻ ധാരാളം പൊറുക്കുന്നവരും ചെയ്ത അമലുകൾക്ക് ഒട്ടും ഷോർട്ടാകാതെ പ്രതിഫലം നൽകിയവരും. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫളി. അവൻ്റെ ഔദാര്യം കൊണ്ട് എന്നും താമസിക്കാൻ സംവിധാനിക്കപ്പെട്ട സ്വർഗത്തിൽ നമ്മളെ ഇറക്കി പാർപ്പിച്ച അല്ലാഹു. ലാ യമസ്സുനാ ഫിഹാ നസബുൻ വലാ യമസ്സുനാ ഫിഹാ ലൂബ്. അതിൽ നമുക്ക് യാതൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ പ്രയാസമോ പ്രയാസമോ ഒന്നും നമ്മളെ തീണ്ടുകയില്ല, സ്പർശിക്കുകയില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു സ്വർഗത്തിൽ എത്തണമെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും പോകണം. അല്ലാഹു തആല നമുക്ക് സാധിപ്പിച്ചാൽ. അപ്പോൾ ദുനിയാവാകുമ്പോൾ ഏത് വിഷയത്തിൽ ഖൈറും ശർറുമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിലെത്തിയാൽ ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ അറഫയിൽ നിന്ന് തെരുവെന്ന് വന്നിട്ട് ലേശം ഒന്ന് കറങ്ങി, അത് പലരും കറങ്ങിയിട്ടുണ്ട്, നമ്മൾ മാത്രമാണ് പലരും കറങ്ങിപ്പോയിട്ടുണ്ട്.
അതിന് എല്ലാ കാരണം ഉണ്ടാക്കിയാൽ നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ നോക്കൽ തന്നെയാണ് ഇതെല്ലാം കാര്യമായ ഒരു വർഷം. വല്ലാതെ ക്ഷമ പരിശോധിക്കുന്ന ഒരു സംഗതിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ വിവരിക്കുക, അങ്ങോട്ട് മോളുണ്ട് തകരുടെ വിവരിക്കുക, ആ വർത്താനം പറയാൻ പാടില്ല. നമ്മൾ അനുഭവിച്ച നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ അമലിന് നമുക്ക് കിട്ടിയ ഒരുപാട് അവസരങ്ങളും നമ്മളെ റൗലയിൽ പോയതും അതുപോലെ അങ്ങനെയല്ല, അതൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അല്ലാതെ കുറേ നമ്മൾ പോയി എന്നറിയിക്കാനല്ല. നന്മയുടെ വശങ്ങളല്ലാതെ മോശമായ എന്തെങ്കിലും ഒരനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളോടും പറയരുത്. പിന്നെ മനുഷ്യന്മാരാണ് നമ്മൾ, അമ്പിയാക്കളും ഒന്നുമല്ലല്ലോ. ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നവരും ഇതിൻ്റെ ഹംലൻ്റെ ഉത്തരവാദിത്വമുള്ളവരും എല്ലാം മനുഷ്യന്മാരാണ്. എത്ര ശ്രദ്ധിച്ചാലും എന്ത് ചെയ്യുന്നത് പല സംഗതികൾക്കും കുറവുകൾ വരും സാധാരണ. ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇവിടത്തേക്ക് വരാൻ വേണ്ടി കുറച്ച് നീണ്ട യാത്രയായതുകൊണ്ട് പല സാമഗ്രികൾ നമുക്ക് വേണം. എല്ലാം എടുത്തു വെച്ച് എന്നോടത് മറന്നു എടുത്ത് വെച്ചിക്കാൻ, പക്ഷെ ബാഗിലൊക്കെ മറന്നു ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരാളോട് ചീർപ്പ്, നിസ്സാര സാധനമാണ് ചീർപ്പ് വേറൊരുത്തരോട് ചിലപ്പോൾ വേണ്ടിയൊന്നും ഉണ്ടാവും. അത് നമ്മൾ തന്നെ ഒരു നിസ്സാരമായ ഒരു സംഗതി, കാര്യമായ ഒരു ചിലവൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ആ യാത്രക്കിടയിൽ എന്ത് ചെയ്തു, നമ്മളോട് എടുത്തു വെച്ച സാധനം ബാഗിൽ വെക്കാൻ മറന്നുപോയി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇത് സ്വാഭാവികം. ആപേക്ഷികമായി അൽഹംദുലില്ലാഹ് നമുക്ക് വളരെയധികം അനുഗ്രഹമാണ് അല്ലാഹു ചെയ്തത്. ഇപ്പോൾ നാളെ അബ്ദുല്ലാനെ ഒരാൾ വിളിച്ചിട്ട് ഗവൺമെൻറ്റിൽ വന്ന ഹാജിമാർ അവിടെ താമസിക്കുന്നിടത്ത് മലയാളി ഭക്ഷണമില്ല, കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ മറ്റേതൊന്നും ഫുഡ് കഴിച്ചുകൂടെന്ന് ചിലപ്പോൾ ചിലർ വിചാരിക്കും. പക്ഷെ അത് ഒരു ദിവസം നടക്കും, ഒരു നേരം 2 നേരം 3 നേരം നടക്കും, പിന്നെ നമുക്ക് നടക്കില്ല. ചിലപ്പോൾ ചിലരിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ പ്ലേറ്റിൽ എന്തെല്ലോ സാധനങ്ങളും അതായത് എടുത്തു കൊണ്ടുപോകുമ്പോൾ നമ്മളെന്താ ഇങ്ങനെ അതൊന്നും നല്ലതെന്ന് ചിലപ്പോൾ ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും. ബുദ്ധിയാണ് അത്. നമുക്കൊന്നും എല്ലാവർക്കും കഴിയില്ല. പിന്നെ ലോകത്തൊട്ടാകെ പല രാജ്യങ്ങളും യാത്ര ചെയ്തവരും എല്ലാ സീസണിലും എല്ലാ ചുറ്റുപാടുകളും ഇണങ്ങിയിട്ട് പരിചയമുള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ ഏത് ഭക്ഷണമൊക്കെ നടക്കും. ആ ഭക്ഷണമൊക്കെ നമുക്ക് 1 2 നേരം മാത്രമേ പറ്റുള്ളൂ, 3ാമത്തെ നേരത്ത് നമുക്ക് പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇണങ്ങിയ നാടൻ ഭക്ഷണം, നാട് വിട്ടത് അറിയാത്ത നിലക്കാണ് നമുക്ക് എന്തില്ല ഭക്ഷണം ചെയ്തിട്ടുള്ളത്. 100% ടോപ്പാണ് എന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയത് വളരെയധികം നല്ല സൗകര്യമാണ്. പിന്നെ നമ്മൾ പരസ്പരം പൊരുത്തപ്പെടിക്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു മാമൂല് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എല്ലാം അള്ളാഹനെ കൊണ്ട് പൊറുപ്പിക്കാൻ വേണ്ടി അവിടെ വന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് പൊറുക്കേണ്ട വെക്കുന്നത് പൊറുക്കാൻ മാത്രം എന്താ ഉണ്ടായത്, ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെയധികം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഈ ഒരു ബന്ധം അല്ലാഹു തആല അവൻ്റെ അർശിൻ്റെ തണല് കിട്ടാനുള്ള കാരണമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാണ്. പിന്നെ പല അഭിപ്രായങ്ങൾ, കുറേ മനുഷ്യന്മാർ മുന്നോട്ട് പോകുന്ന സമയത്ത് പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ് സ്വീകരിച്ചില്ല. ഒരഭിപ്രായം അനുസരിച്ചുകൊണ്ട് നമ്മൾ ഒരു സംഗതി ചെയ്തിട്ട് ഒരഭിപ്രായം പലരും പറഞ്ഞു, പക്ഷെ ഒരു തീരുമാനം എടുത്ത് ഇത് പിന്നേക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എപ്പോഴേക്കും വേണ്ട സംഗതി ഞാൻ പറഞ്ഞു. 3-4 ആളുകൾ ഒരു സ്ഥലത്ത് പോകുന്നു, പലരും പല അഭിപ്രായം പറഞ്ഞു, പക്ഷെ അവസാനം ഒരു തീരുമാനം, ആ തീരുമാനം എടുത്ത് വിഷയം നടത്തിയിട്ട് അഥവാ വിചാരിച്ച പോലെ വിജയിച്ചില്ലെങ്കിൽ ഞാൻ പണ്ടേ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, നമ്മളെ ഗവൺമെൻറ്റും കൂടെ നമ്മൾ പറയും. അപ്പോൾ പറയാനും പാടില്ല. ഈ അഭിപ്രായം എന്ന് പറയുന്നത് ഇരുപലക്കല്ല, അഭിപ്രായം തട്ടാനും കൊള്ളാനുള്ളതാണ്. തീരുമാനം എടുത്താൽ തീരുമാനം അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. പല അഭിപ്രായങ്ങളും ഉണ്ടാവും മനുഷ്യന്മാരിലെ 10 ആളുകളും കൂടെ പറഞ്ഞ അഭിപ്രായം ഉണ്ടാവും. മുമ്പ് ഒരു കഥ കേട്ടിട്ടുണ്ട്, നടന്നതാണെന്നൊക്കെ അറിയില്ല. ഒരു മാംസക്കടയിൽ ഇവിടെ നിന്നും മാംസം വിൽക്കപ്പെടുന്നു എഴുതി വെച്ചു. അപ്പോൾ 2-3 ആൾ വന്നപ്പോൾ ഒരാൾ ഇവിടെ നിന്നും ഇവിടെ നിന്നാണ്ട് പിന്നെ റെഡി ഇവിടെ നിന്ന് ആവശ്യമില്ലല്ലോ അവർക്ക്, ഇവിടെ നിന്ന് വേണ്ട ആദ്യം വായിച്ചു. നിന്നിട്ടായെന്താ ഇരുന്നിട്ടായെന്താ എങ്ങനെയായെന്താ സംഗതി വിൽക്കപ്പെടാമെന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്നും എന്നുള്ളത് ഒഴിവാക്കി, ഇവിടെ നിന്നും. പിന്നെ ഒരാൾ പറയും മാംസം എന്തിനാ പറയുന്നത്, ഇവിടെ ഈ പോത്തിൻ്റെ ഈ 2 കൊമ്പെല്ലാം വെച്ചിട്ട് എന്ത് തളിക്കുന്ന ഇതെല്ലാം ഉണ്ടല്ലോ, മാംസം എന്നുള്ള ഉറപ്പില്ല. ഇതിന് മാംസം ഇതിൻ്റെ ആവശ്യം എന്താ,
അവസാനം കൂടി എല്ലാം വായിച്ചു നോക്കുമ്പോൾ ബാക്കി എന്തേ ഉള്ളൂ, വിൽക്കപ്പെടും. അപ്പോൾ എനിക്കെന്താ തോന്നി, വിൽക്കപ്പെടും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പുറത്തില്ല. ഇതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി. അതുപോലെ തർക്കങ്ങൾ പരമാവധി, ഇതൊക്കെ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ദൗർബല്യം. തർക്കങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കണം. തർക്കിക്കുന്നതിന് യാതൊരു വർക്കത്തില്ല. തർക്കത്തിൻ്റെ കോലം മുമ്പ് മർഹൂം ശേഖനായി ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞ് ഒരു കേട്ടിട്ടുണ്ട്. ഒരു ചേര ഒരു തവളനെയും മുതുങ്ങിങ്ങനെ പിടിച്ചിട്ട് വായിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ചേരമാനം തവള അതാ പോകുന്നു. അതായത് തല തവളയാണ്, ബാലെന്താണ് ചേരമാനം തവളയാണ്. ഭയങ്കര രക്ഷപ്പെടുക. അപ്പോൾ വേറെ കൂട്ടർ പറഞ്ഞു, അങ്ങനെയൊന്നല്ല, തവളത്തടയാൻ ചേരയാണ് സാധനം, തല തവളേണ്ടതാണ്. അപ്പോൾ വേറൊരു ചങ്ങായി ഈ ചേര തവളനെങ്ങനെ ശരിക്കും ലൈവ് പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. യാഥാർത്ഥ്യം പറയുന്ന അയാൾ അതൊന്നും അല്ലടോ, അത് ചേര തന്നെയാണ്, ചേര തവളനെ പിടിച്ച ആ യാഥാർത്ഥ്യമൊന്നും ഈ രണ്ട് തർക്കക്കാരുടെ ഇടയിൽ എന്താകുന്നില്ല, വിലപ്പോകുന്നില്ല. ഇഞ്ചാതിയാണ് മനുഷ്യന്മാരുടെ തർക്കം. അതുപോലെ അത്തരത്തിലുള്ള തർക്കങ്ങളിലൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ ഹജ്ജ് പൂർത്തീകരിച്ചു. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹജ്ജ് മബ്റൂറാക്കി തരട്ടെ. ഈ ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോവുക. നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആണും പെണ്ണും ഏത് പേരും ഭാര്യയും ഭർത്താവും ഉണ്ടാവല്ലോ. ഏറ്റവും പ്രധാനമായി നമ്മളുടെ നല്ല സ്വഭാവം അനുഭവപ്പെടേണ്ടത് നമ്മുടെ വീട്ടിലാണ്. ഖൈറുക്കും ലിഅഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് ഞാനിത് പറഞ്ഞ് അങ്ങ് പ്രഖ്യാപിച്ചു പോകുന്ന വെറും വാചകം പറയുന്ന ആളല്ല. അന ഖൈറുക്കും ലിഅഹ്ലിഹി, എല്ലാവരെക്കാളും സ്വന്തം അഹ്ലിനോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്ന ആളാണ് ഞാൻ. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സൂറത്തുൽ റൂമിൽ അല്ലാഹു പറഞ്ഞ ആയത്താണ്. അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ ഗണങ്ങളെ സൃഷ്ടിച്ചിരുന്നത്. ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടെ അവരിലേക്ക് ചെന്നുകൂടാൻ വേണ്ടിയാണത്. പലപ്പോഴും കുടുംബജീവിതം അസമാധാനത്തിൻ്റെ അങ്ങേയറ്റത്തെ കലുഷിതമായ അന്തരീക്ഷമാണ് ചില വീടുകളിലൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ വീടുകളിൽ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും സമാധാനം കളിയാടുന്ന സ്ഥലമാണ് നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം. ലിതസ്കുനു ഇലൈഹ, എന്നിട്ട് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മത, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല മവദ്ദത്തിനെ ഇട്ടു തന്നു, സ്നേഹം, വറഹ്മ, അലിവിനെയും ദയയും ഇട്ടു തന്നു, ആക്കി തന്നു. ഇതെന്ത് രണ്ട് സംഗതി പറഞ്ഞു. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അത്യാകർഷകമായ, അട്രാക്റ്റീവായ, ആകർഷണീയമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായിത്തീരുന്നതാണ്. അതിനാരും അയാൾ പറഞ്ഞു കൊടുക്കേണ്ടയില്ല. ഭാര്യയ്ക്ക് അല്ലെ ഭർത്താവിന് നല്ല ആരോഗ്യം, നല്ല സമ്പത്തുണ്ട്, രോഗമൊന്നുമില്ല, നല്ല വിഷയങ്ങളൊക്കെ തീർച്ചയായും നടക്കുന്നുണ്ട്. ആ സമയത്ത് പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്ന സംഗതി അതിന് വയത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായി ഉണ്ടാവും. അതേ സമയത്ത് കുറച്ച് മുന്നോട്ട് പോയി ജീവിതം, ശരീരമൊന്നുണ്ടായി ആരോഗ്യത്തോട് കുറഞ്ഞ് ഇടക്കിടക്ക് ഭർത്താവിൽ തുടങ്ങി, അങ്ങനെ ഭർത്താവിൻ്റെ സാമ്പത്തിക രംഗമാണ് കുറച്ച് തകർന്ന്, അങ്ങനെ കുറച്ചൊരു പ്രയാസം നേരിടുന്ന സമയത്ത് അവിടെയാണ് റഹ്മത്ത്, മവദ്ദത്ത് റഹ്മ. ആ സമയത്ത് ഭർത്താവ് ചിന്തിക്കണം, ഭാര്യ എനിക്ക് എല്ലാ സംഗതികളും ചെയ്തു തന്ന എൻ്റെ കൂടെ എൻ്റെ സഹധർമ്മിണിയും ഇപ്പം പാവം സുഖയില്ലാണ്ടായി പോയിട്ടല്ലേ, അതാ അയ്യോ പാവം എന്ന് പറഞ്ഞത്. അയ്യോ പാവം ഇപ്പം സുഖയില്ലാത്തതുകൊണ്ടല്ലേ. നേരെ തിരിച്ച് ഭർത്താവ് എന്ത് പറയുമ്പോൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഡൗൺ വന്നിട്ടുണ്ട്. സാധാരണ എല്ലാം പറയുന്നതിൻ്റെ മുമ്പ് കൊണ്ടെത്തുന്ന ആളല്ലേ, പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൊണ്ടെത്തുന്ന ആളല്ലേ, ഇപ്പം കുറച്ച് സാമ്പത്തികം വിഷയമുണ്ടാവില്ല, പാവം. ഇതാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. അതിനാ വഅദ് ആവശ്യം. അതുകൊണ്ട് ഈ രണ്ട് സംഗതികളും എന്ത് ചെയ്യണം, കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. അതുണ്ടായാൽ ജയിച്ചു. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ കുടുംബ കലഹമുണ്ടാകുമ്പോൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന ചെറിയ കുരുന്നുകളുണ്ട്.
ആ കുരുന്നുകളുടെ ഹൃദയം വല്ലാതെ ഉരസി വേദനിക്കും. ആ കുട്ടികളിൽ ഈ സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്യും? കുട്ടികളോട് കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകരണം ഉണ്ടാവുക. ഈ ഒരു സ്വഭാവം തന്നെ അവരിൽ വളർന്നു വരും. അവർക്ക് വിദ്യാഭ്യാസപരമായും മറ്റ് ബുദ്ധിപരമായും എല്ലാ നിലക്കും എന്ത് ചെയ്യും? അവർ ശുഷ്കിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും ഒന്നാമതായി വേണ്ടത്, നിങ്ങളെ കൂടെ എല്ലാം കലഹുണ്ടെന്നും തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു നിലക്കുള്ള കലഹങ്ങളും ചണ്ടകളും കുഴപ്പങ്ങളും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇല്ലാതെ നമ്മൾ സൂക്ഷിച്ചാൽ മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഗതി എപ്പോഴും നമുക്കുണ്ടാവും. അല്ലാഹു തആല അതിനെ തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടുന്നില്ല. നമ്മൾ നാട്ടിൽ പോയാൽ ഇതുവരെ ഉള്ളതുപോലെ കുറച്ച് ഓർഡറിലായിരിക്കണം നമ്മുടെ ജീവിതം. ദിനചര്യകളൊക്കെ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ടാവണം. അതിലൊന്നാമതായിട്ട് ഞാൻ പറയുന്നത് രാത്രി നേരത്തെ കിടന്നുറങ്ങണം. ഇന്ന് നമ്മുടെ ഉമ്മത്തിനെ പിടികൂടിയ വലിയൊരു ദുരന്തമാണ് എന്ത്? ചെറുപ്പക്കാർ ചില ആളുകൾ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങിയിട്ട് ബസ് ഷെൽട്ടറിലും അതുപോലെ തന്നെ അങ്ങാടിയിലും മറ്റേ സ്കൂളിൽ വരാന്തയിലും അങ്ങനെ അങ്ങാടിയിൽ അങ്ങനെ പോയി എന്നിട്ട് വെറുതെ അവിടെ എവിടെ ഉണ്ടാകും കുറേ ആളുകൾ. ഞാൻ പലപ്പോഴും അനുഭവിക്കുന്നതാണ്. ചിലപ്പോൾ നേരങ്ങത്തെ സമയത്തൊക്കെ വരുമ്പോൾ കുറേ കുട്ടികളുണ്ടാവും ഇങ്ങനെ വെറുതെ വീടത്തെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഓരോരുത്തർക്കും നമ്മളെ ലോകത്തുള്ളവരെ നന്നാക്കാനാവും, നാട്ടിലുള്ള മുഴുവൻ നന്നാക്കാനാവില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അണ്ടറിലുള്ള ഒരൊറ്റ ചെറുപ്പക്കാരനും എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങാടിയിലും അവിടെയും കവലയിലും പോയിട്ട് രാത്രി സമയത്ത് നിൽക്കാൻ പാടില്ല. രാത്രി എന്തിനാണ് തന്നത്? അല്ലേ? ലൈല വന്ന ആയത്തന്നഹാരി മുബസ്സിറാണ്. പല ആയത്തുകളും പല വ്യത്യസ്തമായ ആയത്തുകൾ തസ്കുനൂന്ന. ശരിക്ക് അവരവരുടെ വീടുകളിൽ പോയിട്ട് മര്യാദയ്ക്ക് എന്ത് ചെയ്യുക? സമാധാനത്തിൽ കിടന്നുറങ്ങാനാണ് വീട്. ഇന്ന് അതിന് വിപരീതമാണ് പല ചെറുപ്പക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ കുട്ടിയോ ചെയ്യാൻ പാടില്ല. ആ സമയത്ത് രാത്രി എവിടെയും പോകാൻ പാടില്ല. നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക? സാധിക്കുമെങ്കിലും മഗ്‌രിബിന്റെ ശേഷം തന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഇശാവും ഹദ്ദാദും ചൊല്ലി പിന്നെ കുറച്ച് ഔറാത്തിനൊക്കെ ചൊല്ലി എന്ത് ചെയ്യാം? വേഗം കിടക്കുന്ന സമയത്ത് പൂർണ്ണമായ വുദൂഎടുത്ത് ദിക്ർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു 33 ചൊല്ലി അങ്ങനെ എന്ത് ചെയ്യുക? നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള ചിന്ത വേണം. നം മുബക്കിറൻ വഖും മുബക്കിറൻ. നേരത്തെ ഉറങ്ങാൻ, നേരത്തെ എഴുന്നേൽക്കുക. പല വീടുകളും സുബ്ഹിന്റെ സമയത്ത് മൂകമാണ്. സുബ്ഹിന്റെ സമയത്തൊന്നും വെളിച്ചം പോലുമില്ല. അങ്ങനെ ആകരുത് നമ്മുടെ ഒരൊറ്റ വീടും. സുബ്ഹിന്റെ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് തന്നെ എഴുന്നേൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തഹജ്ജുദ് നിസ്കരിക്കുക. ആ സമയത്ത് ദിക്ർ ഖുർആൻ പാരായണം. എന്നിട്ട് എന്ത് ചെയ്യുക? സുബ്ഹി കൃത്യമായിട്ട് നിസ്കരിക്കുക. ഇത് നമ്മുടെ മക്കളെയും വീട്ടിലുള്ള മറ്റു അംഗങ്ങളെയൊക്കെ പരിചയപ്പെടുത്താം. സാധിക്കുമെങ്കിൽ സുബ്ഹിന്റെ ശേഷം ദിക്ർ ചെയ്തിരിക്കാമെങ്കിൽ അങ്ങനെ കിച്ചണിലൊക്കെ പോകേണ്ടവർക്ക് അവിടുന്ന് ദിക്റിയല്ലാലോ. ഇന്ന് ദിക്ർ എത്രയുണ്ട്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതുപോലെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ എത്ര ദിക്ർ ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ദിക്ർ നാവുക. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ധാരാളം ഉണ്ടല്ലോ നബിയെ. ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് ദിക്ർ ചൊല്ലിയിട്ട് എപ്പോഴും ഇങ്ങനെ പച്ചയായി നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആ സമയം നന്നായി നമ്മൾ കീപ്പ് ചെയ്യണം. അതിൻ്റെ അങ്ങോട്ട് പിന്നെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ചെയ്യണം റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് പ്രവേശം ഉള്ള വീടാകണം. അതിനെന്താ വേണ്ടത്? പല ആളുകളുടെ വീടുകളിലും പല നേതാക്കന്മാരുടെ ഫോട്ടോ ആദരിക്കപ്പെടുന്ന നിലക്ക് വെച്ചതായിട്ട് കാണാം. ബാക്കിയെല്ലാം റെഡിയാണ്, എല്ലാം ഉഷാറാണ്. ഇനി ചിട്ടകൾ അത് ബാക്കിയൊക്കെ ഉണ്ട്. ഇങ്ങനൊരു ദൗർബല്യം അത് വാപ്പൻ്റെതായാലും ശരി ഏത് ഭോജൻ്റെതായാലും ശരി ഒരാളുടെയും ഫോട്ടോ നായ ഉള്ള വീട്ടിൽ ഫോട്ടോ ഉള്ള വീട്ടിൽ റൂമിലുണ്ടാവില്ല. മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ നടക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ എത്ര ഇഷ്ടപ്പെടുന്ന ആരുടെ ഫോട്ടോ ആയാലും ബഹുമാനിക്കപ്പെടുന്ന വിധത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. അതുപോലെ
വലിയ ശുദ്ധിയൊക്കെ ഉള്ള ആളുകൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് സുബഹിൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയാകണം. അവിടെ നിന്ന് മലക്കുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന രൂപം അല്ലാത്ത രൂപമായി പോകരുത്. അതുപോലെ വീട് എപ്പോഴും നന്നായി വൃത്തിയാകുക. അത്വഹാറത്തു നിസ്ബുൽ ഈമാൻ, അല്ലെങ്കിൽ ശത്രുൽ ഈമാൻ, ഈമാനിൻ്റെ വലിയൊരു ഘടകമാണ്, വലിയ ഭാഗമാണ് ഈ വൃത്തി എന്ന് പറയുന്നത്. എപ്പോഴും നല്ല വെളുപ്പുമാനാരം ഉണ്ടാവണം. നമ്മുടെ വസ്ത്രം വൃത്തിയാകണം, നമ്മുടെ പരിസരം വൃത്തിയാകണം. അതുപോലെ ചില ദൗർബല്യം ഞങ്ങളുടെ ഉമ്മമാർക്ക് ചിലപ്പോൾ വേണ്ടാറുണ്ട്, എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാര്യങ്ങൾ കുറേ ഉണ്ട്. കൂട്ടത്തിൽ വീട്ടിൽ കടന്നാൽ രണ്ടൊക്കെ നിസ്കരിക്കാറുണ്ട് ഓർമ്മ. നമ്മുടെ ഹജ്ജിൻ്റെ വകയിലല്ല, മൊത്തത്തിൽ വീട്ടിൽ കടന്നാൽ നിസ്കരിക്കാറുണ്ടൊക്കെ. പിന്നെ ഒരു കാര്യം ഇടക്കുളത്താണ്, ഇത്തരം സമയങ്ങളിൽ സലാമിൻ്റെ ആര് സാഹസികളുള്ള ആരും ഉണ്ടാവില്ല. ഫർളാണ് സലാം മടക്കൽ. സലാം ജില്ലാതെ കേൾക്കുന്ന വിധത്തിൽ മടക്കൽ വാജിബ, ചെല്ലൽ സുന്നത്തുണ്ട്. ഈ കുത്തുമ്പക്ക് പിന്നെ ഖതീബ് കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നല്ല മുൻചാക്കി സലാം ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത്. ആ ഖതീബ് കേൾക്കുന്ന വിധത്തിൽ പല പള്ളികളിലും ഇല്ല. ഒരാളെങ്കിലും അങ്ങനെ മടക്കിയിരിക്കണം. അത് നമുക്കുള്ള ഒരു ഇതാണ്, അതുകൊണ്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, സലാം അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കേൾക്കട്ടെ. നമ്മൾ ചെല്ലിക്ക് ചെറിയാനിരിക്കുന്നുണ്ട് കാര്യമില്ല, അത് കേൾക്കത്തക്ക വിധത്തിൽ ചെറിയാതെ ഒരു സംഘമായതുകൊണ്ട് ഒരാളെങ്കിലും ചെല്ലിയാൽ മതി. ഒരു വ്യക്തിയോടാണ് ചെല്ലിയെങ്കിൽ ഫർദ് ഐനാണ്, അല്ലെങ്കിൽ ഫർദ് കിഫായയാണ്. അത് ശരിക്കും ഓർമ്മിക്കണം, ശ്രദ്ധിക്കണം.